നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച സജീവമായി. ഇത്തവണ വനിതയ്ക്കാണ് ചെയർപേഴ്സൺ സ്ഥാനം. 3 തവണ തുടർച്ചയായി വിജയിച്ച ബിന്ദു അജിത് കുമാറിനെയും 2ാം തവണ കൌൺസിലറായ സുനിത അരവിന്ദനെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM പരിഗണിച്ചേക്കും. സുനിത തമ്പുരാൻപടി ലോക്കൽ കമ്മിറ്റിയിലും ബിന്ദു പാലുവായ് ലോക്കൽ കമ്മിറ്റിയിലും അംഗമാണ്. കഴിഞ്ഞ കൌൺസിലിലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയാണ് ബിന്ദു. 2 തവണ കൌൺസിലറായ രതി ജനാർദ്ദനനും പരിഗണനയിലുണ്ട്. 21-ന് കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇതിനു മുമ്പ് ചെയർപേഴ്സൺ സ്ഥാനം സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തും. 4 വർഷം CPM-നും 1 വർഷം CPI-ക്കും എന്ന രീതിയാണ് ഏറെക്കാലമായി തുടർന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്ത് 5 വർഷം ചെയർമാൻ സ്ഥാനം CPM-നും 5 വർഷം വൈസ് ചെയർമാൻ സ്ഥാനം CPI-ക്കുമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തും വെച്ച് മാറ്റമുണ്ടായില്ല. 23 സീറ്റ് നേടിയ CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാനാവില്ല. CPM വിമതയായി മത്സരിച്ച് വിജയിച്ച ലിസി ബൈജുവിനെ അംഗീകരിച്ചാൽ ഭൂരിപക്ഷം തികയ്ക്കാനാകും. കാൽനൂറ്റാണ്ടായി തുടരുന്ന വിജയം ആഘോഷമാക്കി ഗുരുവായൂരിലെ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. കാവടികളും കലാരൂപങ്ങളും വാദ്യമേളങ്ങളും DJയും അണിനിരന്നു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ PS ജയൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, M മോഹൻദാസ്, AS മനോജ് എന്നിവർ സംസാരിച്ചു. ചരിത്രമുറങ്ങുന്ന ഗുരുഭവനപുരിയുടെ ഹൃദയഭൂമിയിൽ കഴിഞ്ഞ 25 വർഷക്കാലം അഭിമാനത്തോടെ കടന്നു ചെന്ന ഇടതുപക്ഷത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തി കുന്നംകുളത്ത് ഗൃഹനാഥയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെലക്കാട്ട് പയ്യൂർ അമ്പലത്ത് വീട്ടിൽ ഹാഷിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 10-ാം തീയതി രാത്രി 9:30-ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. തനിച്ച് താമസിക്കുകയായിരുന്ന പ്രായമായ സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പരാതിയിൽ കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 38-ാം സുവിശേഷ മഹായോഗം സമാപിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന സന്ധ്യാ നമസ്കാരത്തിനു ശേഷം സഭാ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഫാദർ നോബിൻ ഫിലിപ്പ് വചന പ്രഘോഷണം നടത്തി. തുടർന്ന് മെത്രാപ്പൊലീത്ത സന്ദേശം നൽകി. വിവിധ ദിവസങ്ങളിലായി വൈദിക ശ്രേഷ്ഠരുടെ വചന പ്രഘോഷണം, ഗാനശുശ്രൂഷ, വൈദിക കുടുംബസംഗമം, വനിതാ സമാജം ക്യാമ്പ്, മദ്ബഹ ശുശ്രൂഷ സംഘത്തിന്റെയും ഗായക സംഘത്തിന്റെയും ക്യാമ്പുകൾ എന്നിവ ഉണ്ടായിരുന്നു. പാരിഷ് ഹാളിൽ മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട്, വൈദികരായ പ്രിൻസ് ഐ കോലാടി, തോമസ് കുര്യൻ, ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതുവർഷത്തിലെ സഭാ വേദവായനാ കാർഡിന്റെ പ്രകാശനം ചടങ്ങിൽ തിരുമേനി നിർവഹിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മഹാസുവിശേഷ യോഗത്തിന് സുവിശേഷ സംഘം സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ, ട്രഷറർ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ, പ്രോഗ്രാം കൺവീനർ CP ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണിശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള വാഗ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഹാജി റാബി അധ്യക്ഷയായി. അൽഫോൺസ, അജിത ബിജു എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഓമന ശ്രീധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ രേവതി ബിനീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ഏരിയ പ്രസിഡന്റ് ജീന ബാബു സമ്മാനദാനം നടത്തി. ഏരിയ സെക്രട്ടറി PJ ജോൺസൺ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ സുശീല സതീശൻ, യൂണിറ്റ് ഭാരവാഹികളായ MR രേഷ്മ, കൃഷ്ണേന്ദു എന്നിവർ സംസാരിച്ചു. AKTA വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ശൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മിനി വിനീഷ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV ജോൺസൺ, ഏരിയ ട്രഷറർ PV ഇന്ദിര എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് സിറിയൻ പഴയ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് തോമസ് പോൾ റമ്പാൻ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി കുര്യാക്കോസ്, സെക്രട്ടറി ഷിറിൻ പോൾസി, പെരുന്നാൾ കൺവീനർ PV ലാവൂസ് എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 25, 26 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെങ്കിടങ്ങ് കോറളി അയ്യപ്പ സേവാ സംഘം ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറളി ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിനിർഭരമായി. ഞായറാഴ്ച വൈകിട്ട് 6:30 കരുവന്തല ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ ഈണത്തിൽ ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടെ അലങ്കരിച്ച രഥത്തിൽ ശ്രീധർമ്മശാസ്താവിനെ കോറളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. മണത്തല ജനാർദ്ദനൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്ക് പാർട്ടിയാണ് വിളക്ക് ആഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ കയ്യിലേന്തിയ താലങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് ഘോഷയാത്ര കോറളി നരസിംഹമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയ വിളക്ക് പന്തലിൽ എത്തി സമാപിച്ചു. തുടർന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത അന്നദാനത്തിന് ശേഷം വിളക്കുപന്തലിൽ ശാസ്താംപാട്ട് നടന്നു. പുലർച്ചെ 3 മണി മുതൽ തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷത്തിന് സമാപനമായി. ദേശവിളക്കിനോടനുബന്ധിച്ച് വൈകിട്ട് 7:30 മുതൽ ക്ഷേത്രത്തിൽ ഭജനയും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. ശ്രീ ദുർഗാ മാതൃസമിതിയുടെയും ദേശവാസികളുടെയും നേതൃത്വത്തിലാണ് 11ാമത് ദേശവിളക്കും അന്നദാനവും നടത്തിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുവാദ്യത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. കേരളത്തിനകത്തും പുറത്തും പ്രശസ്തരായ മാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സംഘം, പട്ടിശ്ശേരി വിളക്ക് സംഘവുമാണ് വിളക്കിന് നേതൃത്വം നൽകിയത്. അയ്യപ്പ ഭജനം, പാൽക്കുടം എഴുന്നള്ളിപ്പ്, പുലിപ്പാട്ട്, കനലാട്ടം, വെട്ടുംതട എന്നിവയും ഉണ്ടായി. ക്ഷേത്രസമിതി പ്രസിഡന്റ് നാരായണൻ അമ്പക്കാട്ട്, സെക്രട്ടറി ലീല ഉണ്ണികൃഷ്ണൻ, വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശാന്ത കുട്ടപ്പൻ എന്നിവർ നേതൃത്വം നൽകി. CITU അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. നെല്ലുവായ് യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്ന പതാക ദിനം CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PA ബൈജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, PT ദേവസി, AG ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ മോട്ടോർ പമ്പ് സെറ്റിനടിയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കാരക്കാട് റോഡിൽ പുത്തൻപുരയിൽ ലത്തീഫിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ഞായറാഴ്ച രാത്രിയാണ് വീട്ടുകാർ പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബേഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,350 രൂപ, പവന് 98,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം കുന്നംകുളം ചൊവ്വന്നൂർ പള്ളിക്കര വീട്ടിൽ മോഹനൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ ഭാര്യയും മഞ്ജു മബി എന്നിവർ മക്കളുമാണ്.
ചിറ്റാട്ടുകര കിഴക്കേത്തല പുലിക്കോട്ടിൽ പരേതനായ കൊച്ചപ്പൻ മകൻ ബോബൻ നിര്യാതനായി 61 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. മേരി മാതാവും സൈനാനി ഭാര്യയുമാണ്. ജാനറ്റ്, ജാക്സൺ എന്നിവർ മക്കളാണ്. ചെറുവത്താനി കല്ലായിൽ പരേതനായ കരപ്പൻ മകൻ കരുണാകരൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാനുമതി ഭാര്യയും നിഷാദ്, നിഷ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.